നമ്മുടെ സഭാ സമൂഹത്തിലും ഇടവകയിലും സൺഡേ സ്കൂൾ ക്ലാസ് റൂംസിലും ഒക്കെ ഉണ്ടല്ലോ, ഈ കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കണം. യൂത്തിന് പ്രത്യേകിച്ച്, എന്നോടൊപ്പം ഇത്തരം സെഷൻസിൽ പങ്കെടുത്തിട്ടുള്ള യൂത്തിനും കുട്ടികൾക്കും അറിയാം, എൻ്റെ സെഷൻസ് മുഴുവൻ Q&A സെഷൻസാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമില്ലെന്നല്ല, മറിച്ച് അവർ ആഗ്രഹിക്കുന്നു, അവർ കുറച്ചുകൂടെ കാര്യങ്ങളെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഈ ചോദ്യങ്ങളെ ഭയക്കാതിരിക്കണം. അതിൻ്റെ അപ്പുറത്താണ്, ആ ചോദ്യങ്ങളുടെ അപ്പുറത്താണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളിലോ പറയത്തില്ലേ, നമ്മുടെ കുടുംബമൊന്നും അത്രയൊന്നുമില്ല, എൻ്റെ അപ്പനും അമ്മയൊക്കെ നിസ്സാരക്കാരായിരുന്നു, സാധാരണക്കാരായിരുന്നു, അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത്രയൊന്നും പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ ചെറുപ്പം തൊട്ടേ ഇത് കേട്ട് വളർന്ന കുഞ്ഞുങ്ങളുണ്ട്. 3-4 പിള്ളേരുള്ള വീട്ടിൽ ഏറ്റവും പൊട്ടനാണ്, കഴിവില്ലാത്തവനാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാർ പറഞ്ഞു, ഒരു കഴിവില്ലല്ലോ, എന്തെങ്കിലും കഴിവ് വേണ്ടടാ മനുഷ്യന് എന്ന് പറഞ്ഞ് ഒക്കെ ഒതുക്കി പൂട്ടി മാറ്റി വെച്ചിരുന്നവരാണ് നമ്മൾ. ആരറിഞ്ഞു കർത്താവ് ഉയർത്താൻ തീരുമാനിച്ചാൽ ഈ പരിമിതിയിൽ നിന്ന്, ഈ ഭയത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് കർത്താവ് ഉയർത്താതിരിക്കുമോ? കർത്താവ് ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ, ദൈവം നിനക്കൊരു നിയോഗം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചുറ്റുമുള്ളവർ ഇത്രയും കാലം പറഞ്ഞതൊക്കെ പോകാൻ പറയണം. ഉയർത്താൻ തീരുമാനിക്കുന്നത് കർത്താവാണ്. തടയാൻ ലോകത്തിനോ മനുഷ്യർക്കോ കഴിയില്ലെന്ന് ഉറപ്പിച്ചോണം. അതുകൊണ്ട് ഇനി ഭയം വേണ്ടെന്ന് കർത്താവിനോട് യെസ് പറയാൻ. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു നിയോഗം വരുമ്പോൾ, ഒരു ദൈവവിളി പടിവാതിൽക്കൽ വന്ന് നോക്ക് ചെയ്യുമ്പോൾ, മുട്ടി വിളിക്കുമ്പോൾ ചോദിക്കേണ്ടത് ക്യാൻ ഐ ഡു ഇറ്റ് എന്നല്ല, എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല ചോദ്യം. ക്യാൻ ഐ ഡു ഇറ്റ് എന്നുള്ളതല്ല ചോദ്യം, മറിച്ച് വിൽ ഐ ട്രസ്റ്റ് ഗോഡ്? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരുക്കമാണോ? ദൈവത്തിൽ ആശ്രയിച്ചാൽ പിന്നെ ദൈവം നിന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചോളൂ. ദൈവമില്ലാതെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഇതെന്നെ കൊണ്ട് പോസിബിൾ ആണോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ നിന്നിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. നിന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഐ ഫിയർ, ഐ സറണ്ടർ ആൻഡ് ഐ ട്രസ്റ്റ്. ദൈവത്തിൽ ആശ്രയിക്ക്, ബാക്കി ദൈവം നടത്തും.